ഇന്ത്യയിലെ നമ്മളുടെ രാജ്യത്ത് അത്രയേറെ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച 10 വർഷമാണ് ഈ കടന്നുപോയത്. ഇപ്പോ അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ബൈജു ചേട്ടൻ തിരുവനന്തപുരത്ത് കാറിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൈവ് ചെയ്യുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്യൂ, 2014 മുമ്പ് നിങ്ങൾക്ക് ഇത് സാധിക്കുമായിരുന്നോ? ഒരിക്കലും സാധിക്കില്ല. അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് കവറേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ മെട്രോ സിറ്റികളിൽ അല്ലെങ്കിൽ എ ക്ലാസ് സിറ്റികളിൽ മാത്രമായിരുന്നു. അവിടെയും നിങ്ങൾക്ക് 2G സ്പീഡിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നത്. അപ്പൊ ഒരു ലൈവ് ചെയ്യാൻ പോയിട്ട് മറ്റേ ഒരു ഫോട്ടോ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വരെ മണിക്കൂർ കണക്കിന് എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അല്ല, അതില് എടുത്ത് പറയേണ്ടതുണ്ട്, അംബാനിയുടെ ജിയോ വെച്ചിട്ടാണ് ഈ നെറ്റ്. ഞാൻ ഇന്ന് സത്യത്തില് ഇതിന്റെ നെറ്റ് സ്പീഡ് ഇവിടെ തിരുവനന്തപുരം ആയതുകൊണ്ടായിരിക്കാം 79 Mbps കാണിക്കുന്നുണ്ട്. അതായത് ലോക്കലായിട്ട് നമ്മൾ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ പോലും 40-30 കിട്ടുന്ന സ്ഥലത്താണ് ജിയോക്ക് 79 കിട്ടുന്നത്. നല്ല ഹൈ ക്ലാരിറ്റി ഉണ്ട്. ഈ ലൈവ് ഞാൻ ശ്രദ്ധിച്ചു, കാരണം വീട്ടില് എബോവ് 100 Mbps ഞാൻ ലൈവ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇതിന്റെ ക്ലാരിറ്റി അവിടത്തേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടത്. കാരണം അംബാനിയെ നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറയുന്ന ആളുകളാണ് ഈ ജിയോ. ഒന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. പറഞ്ഞോളൂ. ജിയോക്ക് വലിയൊരു പരസ്യം നിങ്ങളുടെ ചാനലിലൂടെ സൗജന്യമായിട്ട് നൽകിയെന്ന് ഇവിടുത്തെ ഈ ദുഷ്ടലാക്കുള്ള, പ്രത്യേകിച്ച് ഈ എന്തിനും ഏതിനും അദാനിയെയും അംബാനിയെയും കുറ്റം പറയുക എന്നുള്ളതൊരു ദിനചര്യയാക്കി മാറ്റിയിട്ടുള്ള ആൾക്കാര് ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പലതും അവര് നൽകിയ ഫെസിലിറ്റീസ് ആണ്. ഇന്ന് ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഈ നെറ്റ്വർക്ക് കവറേജ് സാധ്യമാക്കിയതിൽ ജിയോക്ക് ചെറിയ പങ്കല്ല ഉള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ടേ പറയുള്ളൂ. പക്ഷെ അത് മുകേഷ് അംബാനിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇന്ത്യയിൽ റിലയൻസ് എന്ന് പറയുന്ന, ജിയോ എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മൾ 2014 വരെ ഒരു 1.5 GB 2 GB വെച്ചിട്ട് ഒരു മാസം തള്ളി നീക്കിയിരുന്ന നമ്മള് ഡെയിലി 3 GB സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഈ പറയുന്ന റിലയൻസിന്റെ സൗജന്യ ജിയോ ഇന്റർനെറ്റ് കണക്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ലോഞ്ചോട് കൂടിയിട്ടാണ്. ഒരു വർഷമാണ് ഇത്തരത്തിൽ അദ്ദേഹം നമുക്ക് സൗജന്യമായിട്ട് ഈ നെറ്റ്വർക്ക് ഫെസിലിറ്റി നൽകിയത്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ കവറേജ് കിട്ടത്തക്ക രീതിയിൽ വലിയ നെറ്റ്വർക്കിന്റെ ശൃംഖല നമ്മുടെ രാജ്യത്ത് അവർ തീർത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഫെസിലിറ്റി അവർ തരുന്നത്. ടവറുകളിൽ നിന്നുള്ള കണക്ടിവിറ്റികള്, അത് ബൈ ലൈൻ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ കാണിച്ച പോലെയുള്ള ബൈ വൈഫൈ ഉണ്ട്, ബൈ എയർ ഉണ്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വേണ്ടതായിട്ടുള്ള വലിയ സിസ്റ്റം, ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ്, കോടാനുകോടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ഫെസിലിറ്റി നൽകുന്നത്. നമ്മൾ ഈ റിലയൻസിന്റെ ഒക്കെ ഒരു പ്രവർത്തന ഫലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അവർക്കൊക്കെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 to 13% ആണ്, 8 മുതൽ 13% വരെ. അപ്പൊ ഈ 8 മുതൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ ലാഭം എന്ന് പറയുന്നത് 8 to 13% ആണ്. ബാക്കി 87 രൂപയും അവര് ചെലവാക്കുന്നത് ഈ സമൂഹത്തിലെ പല മേഖലയിൽപ്പെട്ട ആളുകളിലേക്കാണ്. അത് കറന്റ് കണക്ഷൻ ആയിട്ടും റെന്റ് ആയിട്ടും ജോലിക്കാരുടെ ശമ്പളമായിട്ടും അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആയിട്ടും പല വിധത്തിലുള്ള ഇലക്ട്രിസിറ്റി ചാർജസ് ആയിട്ടും ടാക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഈ കോടാനുകോടി രൂപ അവര് ഒഴുക്കുന്നത് കൊണ്ടാണ് ഈ ഇക്കോണമി ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ആൾക്കാരെ ശപിച്ചും പഴിച്ചും അവരെ പഴിചാരിയും ഇവിടുത്തെ എന്തു പറയുമ്പോഴും കോർപ്പറേറ്റുകളെ കുറ്റം പറഞ്ഞു, എന്നിട്ട് ഈ കോർപ്പറേറ്റുകൾ ഒരുക്കുന്ന സൗകര്യങ്ങളുടെ സുഖലോലുപതയിൽ ഇരുന്ന് ടയോട്ട ഇന്നോവ കാറിൽ സഞ്ചരിക്കുക, ഐഫോൺ യൂസ് ചെയ്യുക, ഐഫോണിന്റെ വാച്ച് ഉപയോഗിക്കുക, ആദിത്യ ബിർള ഫാഷൻസിന്റെ ലിനൻ ക്ലബിൽ നിന്ന് എടുക്കുന്ന ഗദർ ഷർട്ട്, ലിനൻ ഷർട്ട് ഇടുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കന്മാരായിട്ടുള്ള താഴെക്കടയിലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവരെ 4 തെറിയും പറയുക. ഇതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസനവും വിദ്വേഷവും ഈ ഒരു പോയിന്റ് പോലും അതില് സൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അർത്ഥം.
അപ്പോ അത്തരത്തിൽ എന്തിനും ഏതിനും ഈ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ഇവിടുത്തെ രണ്ട് മുന്നണികളും, പ്രതിപക്ഷ മുന്നണികളും മുന്നോട്ട് വന്ന രണ്ട് മുന്നണി എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റേ എന്താ പറയാ ഒരു അതിശയോക്തിയാണ്. കാരണം തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, കർണാടകയിലെ, മഹാരാഷ്ട്രയിലെ, തെലങ്കാനയിലെ, ബംഗാളിലെ, ബീഹാറിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ, ഹിമാചൽ പ്രദേശിലെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒരു മുന്നണിയായിട്ടാണ് ഈ രണ്ട് പാർട്ടി മത്സരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കുറെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഇങ്ങനെ പറയാനേക്കാറുണ്ട്, ഇവിടുത്തെ ജെ ഡി എസ് ബാംഗ്ലൂര് മറ്റേ BJP-യുടെ കൂടെയല്ല എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ മറ്റേ തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് എന്തിനാ പ്രചരണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് രസം. അപ്പോ ആനി രാജ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ, ആനി രാജയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. ഇതാണ് ഫാക്ട്. അപ്പൊ ഇന്ത്യയില് നടന്ന വലിയ വിപ്ലവം, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ പോലും നമുക്ക് ആ വിപ്ലവത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്താ പറയാ ഒരു നിശബ്ദമായി ആരും ഇടപെടാതെ ഈ രാജ്യത്ത് നടന്നതല്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് അത് കൃത്യമായി നടപ്പാക്കുന്ന രീതിയിൽ അത് നടപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് ഈ വലിയ വിപ്ലവകരമായിട്ടുള്ള മറ്റേ വികസനം നടപ്പാകുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ 7 ലക്ഷത്തിലധികം ആളുകളാണ് യൂട്യൂബിൽ നിന്ന് 50,000 രൂപ, ചുരുങ്ങിയത് 50,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. 7,000 പേര് യൂട്യൂബേഴ്സ്, 7 ലക്ഷം പേര് യൂട്യൂബേഴ്സ്, 50,000. ഇവിടുത്തെ ഒരു UD ക്ലർക്കിന് ഈ 50,000 ഉള്ളൂ കേട്ടോ ശമ്പളം. അപ്പോ അത്തരത്തിൽ യാതൊരു സംവിധാനവും ഇല്ലാതെ മറ്റേ എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 7 ലക്ഷം പേര് ഇന്ത്യയിൽ 50,000-ത്തിലധികം മറ്റേ വരുന്ന ശമ്പളം പോലെയുള്ള തുക യൂട്യൂബിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ മോദിയാണ്. അല്ലാത്ത സാഹചര്യത്തിൽ 2014 മുമ്പ് നിങ്ങൾ ഈ 1.5 GB ഡാറ്റ വെച്ചിട്ട് ഒരു മാസം ഓടിച്ചിരുന്ന സമയത്ത് മറ്റേ 2G സ്പീഡിൽ ഇത് കറങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയോ ഒരു കണ്ടന്റോ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അത് കാണാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു സൗകര്യം ഈ രാജ്യത്തിന്റെ സംവിധാനം നിങ്ങൾക്ക് ഒരുക്കി തന്നത് കൊണ്ടാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായത്. അതൊരു ചെറിയ മാറ്റമല്ല. അതുപോലെ ഒന്നൊന്നായി നമുക്ക് കാണാൻ സാധിക്കും. റോഡ്, നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ, ഇത് കാണുന്ന ആൾക്കാരോട് കൂടെ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ് വികസനം? വികസനം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് റോഡ് വികസനത്തിൽ പെടും, അങ്ങനെയല്ലേ?